അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ കമ്പനി ഇതാണ്. വണ്ടി എടുത്തത് മുതൽ ഒരു 2 വർഷം ഞാൻ ബോഡി പണിയൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നുള്ളൂ കേട്ടോ. 2 വർഷം കഴിഞ്ഞതിന് ശേഷം വണ്ടീൻ്റെ അടവുകളൊക്കെ ഏകദേശം ഒരു തീരുമാനമായി എന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് ഞാൻ ബോഡി പണി ചെയ്തത്. ബോഡി പണി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് മുകളിലെ ടോപ്പ് കാര്യങ്ങളൊക്കെ കേട്ടോ. അതിന് മുന്നേ നമുക്ക് വണ്ടി എങ്ങനെയാണ് കമ്പനി തന്നത് അതേ ലെവലിലായിരുന്നു. ഈ മഴക്കാലങ്ങളിലൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം ഈ വാട്ടർ ചാൽ എന്ന് പറഞ്ഞ സംഭവം ഇല്ല, അതുകൊണ്ട് ഞാൻ നല്ലോണം നനയാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു പോള അടിച്ചിട്ടില്ലായിരുന്നു. പോള എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇതാണ്. അതുപോലെ ഈ കർട്ടണ്, ഇവിടെ സൈഡിൽ വെക്കുന്ന ഗ്ലാസ്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അന്ന് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ എനിക്ക് അടവ് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു. 3 വർഷത്തെ അടവാണെങ്കിലും എനിക്ക് ഇവന് 2 വർഷവും 2 മാസം കൊണ്ട് തന്നെ എനിക്ക് അടവ് തീർക്കാൻ കഴിഞ്ഞു. ഞാൻ കൂട്ടി അടിച്ചു. അതിൽ അടവുകൾ പെട്ടെന്ന് തീർന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് വന്നൊരു അബദ്ധം എന്തെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ ഫൈനാൻസ് ആയിരുന്നു, മുത്തൂറ്റ് ഫൈനാൻസ് ആയിരുന്നു എടുത്തത്. അത് നമ്മൾ എടുത്ത് പെട്ടുപോയി. അതേമാതിരിയാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു ബജാജ് ഫൈനാൻസ് കിട്ടോ. എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. മുത്തൂറ്റ് ഫൈനാൻസിന് എനിക്ക് സംഭവിച്ചു വെച്ചാൽ 1,30,000 ലോണിന് എനിക്ക് ഈ വാഹനത്തിന് വന്ന വില 1,80,000 1,80,000 വന്നതിൽ ഞാൻ 50,000 രൂപ എൻ്റെ ഉമ്മാൻ്റെ ചെയിൽ പണയം വെച്ചിട്ടും പിന്നെ എൻ്റെ പഴയ വണ്ടി വിറ്റിട്ട് ഒരു 18,000 രൂപയോ അങ്ങനെയൊക്കെ പാടായിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ 1,30,000 3 വർഷം കൊണ്ട് എനിക്ക് 1,80,000 അടിക്കേണ്ടി വന്നിട്ടുണ്ട്. 1,80,000 അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഈ 5,100 സംതിങ് ആയിരുന്നു അന്ന് അടവ്. അപ്പോൾ ഞാൻ വണ്ടി എടുത്തപ്പോൾ തന്നെ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എന്നോട് ഇന്ന് നിങ്ങൾ ഒരു 200 രൂപ വാങ്ങണം എന്ന് പറയും. അപ്പോൾ ഉമ്മ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നും ഒരു 200 രൂപ എന്നോട് വാങ്ങും. അതായത് 6 രൂപ മാസം എന്നുള്ള ലെവലിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ മഴക്കാലങ്ങൾ നമുക്ക് കുറച്ച് മടിയൊക്കെ ഉള്ള സമയങ്ങളൊക്കെ നമ്മളവിടെ ഇരിക്കും. പക്ഷേ ഉമ്മാനോട് ഞാനിത് പറഞ്ഞത് കാരണം എന്നെ വല്ലാതെ പുള്ളിക്കാരത്തി ഗോയിപ്പനാക്കും. ആ 200 രൂപ ആ ദിവസം കിട്ടിയില്ലെങ്കിൽ ഈ അസുഖമായിട്ട് ഞാൻ വീട്ടിൽ കിടക്കുകയാണെങ്കിൽ പുള്ളിക്കാരത്തി ചോദിക്കില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ആ പൈസ എന്നോട് കുറച്ച് ചോദിച്ച് വാങ്ങും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മടിയുള്ള ദിവസങ്ങളിൽ പോലും ഞാൻ 200 രൂപയ്ക്കെങ്കിലും എങ്ങനെയെങ്കിലും ഓടി ഉമ്മാക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഓടാറാണ് അന്ന് പതിവ്. അപ്പോൾ എൻ്റെ ഈ വണ്ടീൻ്റെ അടവ് ഇത്രയും പെട്ടെന്ന് തീർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുള്ള് ഉത്തരവാദിയും എൻ്റെ ഉമ്മ തന്നെയാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഉമ്മാക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ പറയുന്നുണ്ട്. എൻ്റെ വീഡിയോ ഉമ്മ അങ്ങനെ കാണാറൊന്നുമില്ല, എന്നിരുന്നാലും ഞാനിവിടെ താങ്ക്സ് പറയുകയാണ്. പിന്നെ ഫൈനാൻസിൻ്റെ കാര്യം പറഞ്ഞു. 6,000 രൂപത്തോളം മാസം അതിൽ കൂടുതലും ഞാൻ അടച്ചിട്ടാണ് വാഹനം ഞാൻ 2 വർഷവും 2 മാസം കൊണ്ട് ഞാനിത് തീർത്തത്. പക്ഷേ അതിൽ എനിക്ക് സംഭവിച്ചെന്ന് വെച്ചാൽ, അവരോട് ഞാൻ ഇത്ര നേരത്തെ ലോൺ അടച്ചപ്പോൾ ഇന്ന് കുറച്ച് തരാൻ പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് വെറും 300 രൂപ കുറച്ച് തരുമെന്നാണ് പറഞ്ഞത്. അതായത് അവരെന്തോ ചെറിയ ചാർജ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എന്നാൽ ആ 300 നിങ്ങൾ കുറയ്ക്കുക ആൾ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഞാൻ ഇനി മുത്തൂറ്റിലേക്ക് ഞാൻ പോകില്ല. കഴിയുന്നത് എല്ലാവരും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ പിന്നോക്ക വിഭാഗത്തിലുള്ള ലോണുകളുണ്ട് കേട്ടോ. അതൊക്കെ ഈ മുദ്രാ ലോണിനെക്കാട്ടിയും കുറവാണ്. അതുപോലെ തന്നെ മുദ്രാ ലോണുകൾ നല്ലതാണ്. നമ്മളെപ്പോഴും പെട്ടെന്ന് അടച്ചു തീർക്കാൻ പറ്റിയ ലോണുകൾ, ബാങ്ക് ലോണുകൾ എടുക്കുക. ഒരു ഫിക്സ്ഡ് ലോണുകൾ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ തുടക്കത്തിലേക്ക് തന്നെ വരാം. പിന്നെ നമ്മൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഒരുപാട് ടൈം പോകും, അത് നിങ്ങൾക്ക് ബോറാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ വണ്ടിൻ്റെ ടയർ, ഞാൻ വാഹനത്തിൻ്റെ ടയർ എടുക്കുമ്പോൾ MRF ടയർ നോക്കിയിട്ടാണ് എടുത്തത് കേട്ടോ. ആ ടയർ എനിക്ക് ഒരുപാട് കാലം കിട്ടിയിട്ടുണ്ട്. 3 റീസോളിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എൻ്റെ വാഹനം 3 ലക്ഷം കിലോമീറ്റർ ആവാനായിട്ടുണ്ട്. 2.25 ലക്ഷം കിലോമീറ്ററാണ്. അപ്പോൾ ടയറിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. വല്ലാതെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. അന്ന് MRF ആയിരുന്നു ടോപ്പ്. അപ്പോൾ MRF ടയറാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ വാഹനം എടുക്കാൻ പോകുമ്പോൾ ഒരു വർഷാപ്പാരനെയും കൊണ്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭാവിയിലേക്ക് വലിയ ദോഷങ്ങളൊന്നും വന്നിട്ടില്ല. അവർ നല്ല വാഹനം നോക്കി എനിക്ക് സെലക്ട് ചെയ്തെടുത്ത് തന്നതിൻ്റെ പ്രത്യേകത ആയിരിക്കാം. എനിക്കന്ന് വാഹനത്തിനെ പറ്റി വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഷോക്ക് ഓബ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവനും വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നൊക്കെ നമ്മളെ അനാവശ്യമായിട്ടുള്ള വെട്ടിച്ചാടിക്കലും മറ്റു കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ ഇവൻ നമുക്ക് പണി തരുള്ളൂ. അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വല്ലാതെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നീട് നമ്മൾ വരികയാണെങ്കിൽ എനിക്ക് മോശമൊരു അഭിപ്രായമായിട്ട് പറയാനുള്ളതാണ് ഈ പറ്റ ദയനീയമാണ് കേട്ടോ ബോഡീൻ്റെ കാര്യത്തിൽ. ബോഡി എന്ന് പറഞ്ഞാൽ ചെയ്സല്ല, ബോഡീൻ്റെ കാര്യത്തിൽ ഞാനിതിനു മുമ്പ് ഒരു ഹോൺ വെക്കാൻ വേണ്ടി ഇവിടെ 2 ഹോൾസ് ഇടേണ്ട ആവശ്യം വന്നു. ഇവിടെ ഒരു ഹോൾസ് ഇടുമ്പോഴത്തേനും നമ്മൾ മെഷീൻ വെച്ചിട്ടാണ് ഇട്ടത്, അങ്ങോട്ട് ചീതിപ്പോയി വണ്ടീൻ്റെ ഇവിടെ. അതുപോലെ ഇവിടെ മെഷീന്
തന്നെ വീണ്ടും ഞാൻ വേറൊരു ഹോൾസ് ഇടുമ്പോൾ ഇവിടെയും ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ബോഡി പറഞ്ഞാൽ നമ്മൾ ആഞ്ഞൊന്ന് കുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് താന്നു പോകുമെന്ന്. മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, പക്ഷേ എന്നാലും കമ്പനിയോട് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യമാണ് ഈ ബോഡിയുടെ കാര്യത്തിൽ. അതുപോലെ റെസ്റ്റും വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു വാഹനമാണ് ഇത്. എനിക്കൊരു ബാഡ് മാർക്കായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ ഓക്കെ, നല്ല വ്യൂവും മറ്റു കാര്യങ്ങളാണ്. ഈ വീലിനും ഇതിനൊക്കെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം കുണ്ടുകൾ കൂടിയൊക്കെ പോകാനും വെള്ളക്കെട്ട കൂടിയൊക്കെ പോകാനൊക്കെ ഒരു കോൺഫിഡൻസ് കിട്ടും. അതുപോലെ എനിക്ക് ഒരു മോശമായിട്ടുള്ള ഒരു അഭിപ്രായമുള്ള ഇതാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ. ഈ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നമ്മൾ ഓൺ ചെയ്യുന്ന അതേ സമയത്ത് ഈ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ കാണുന്നില്ല. പലപ്പോഴും പല വാഹനങ്ങളും പരാതിപ്പെടാറുണ്ട്, എടുത്തു വരുമ്പോൾ നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ടിരുന്നു അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ചെയ്യാറ് ഇത് പാർക്കിംഗ് മോഡിലേക്ക് ആക്കിയതിന് ശേഷം ഇൻഡിക്കേറ്റർ ഇടും. അതിൻ്റെ പുറമെ ഞാനൊരു പാസിംഗ് സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ അഡീഷണലായിട്ട് 2 സ്വിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഇതൊന്ന് നിൽക്കും. ഇത് നിൽക്കുമ്പോൾ നമ്മളവിടെ പാർക്കിങ്ങിലാണെങ്കിലും നമ്മൾ കാണാമല്ലോ, ഇവിടെ നമ്മൾ ഓരോ പ്രസ്സിങ്ങിലും അവിടെ നിങ്ങൾ ആ നീല ലൈറ്റ് കാണുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെ പാസിങ്ങിൻ്റെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിന്നിച്ചുകൊണ്ടിരിക്കും. കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ ഇതിങ്ങനെ നെക്കിപ്പിടിക്കുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഒരു സിഗ്നൽ കിട്ടും. ഇതുകൊണ്ട് മറ്റൊരു ഗുണം കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ എതിരെ വരുമ്പോൾ ഒരു വാഹനങ്ങൾക്ക്, അതായത് നമ്മളെ മുന്നിൽ കൂടി കയറിപ്പോകരുത്, അല്ലെങ്കിൽ അവരെ മുന്നിൽ കൂടി നമുക്ക് കയറിപ്പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഗിയർ വന്ന് ഈ ലൈറ്റിൻ്റെ സ്വിച്ച് ഇവിടെയാണ് കൊണ്ടുപോയി കൊടുത്തത്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുമ്പോൾ ലൈറ്റിൻ്റെ സ്വിച്ച് ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ പോയി ഇവിടുന്ന് കൈ എടുത്ത് അവിടേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ എതിരെ പോകേണ്ട വാഹനങ്ങൾ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സ്വിച്ച് വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ ഉണ്ടാവാറില്ല. അതുപോലെ ഇത് വൈപ്പറിൻ്റെതാണ്. വൈപ്പറും അങ്ങനെ തന്നെ. നമ്മൾ ചെറിയ മഴകൾക്ക് അല്ലെങ്കിൽ ചാറൽ മഴകൾക്കൊക്കെ നമ്മൾ ഈ വൈപ്പർ അവിടെ പോയി സ്വിച്ച് ഇടണം. അതാകുമ്പോൾ കുറേശ്ശെ നമുക്ക് ആവശ്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഇൻഡിക്കേറ്ററിൻ്റെ കാര്യത്തിൽ കമ്പനി ഇപ്പം പുതുതായി ഇറങ്ങിയ ഇതിൽ കമ്പനി ഓക്കെ ആണ് കേട്ടോ. ഇപ്പോൾ അവർ ഇൻഡിക്കേറ്റർ വളരെ പെട്ടെന്ന് കാണുന്ന തരത്തിലുള്ള ഇൻഡിക്കേറ്ററാണ് വെച്ചത്. പിന്നെ ഇതിലുള്ള പരാതിയുള്ളൊരു സംഭവമാണ് ഇവർ വെച്ച 2 മിററുകൾ, നമ്മളെ സൈഡ് ഗ്ലാസ് എന്ന് പറയും. അത് പറഞ്ഞാൽ ഈ വാഹനം നമ്മൾ എപ്പോഴും ചിരിച്ച് വെച്ചാലേ ഉള്ളൂ വാഹനം കാണാറുള്ളൂ. നമ്മളൊരു കാരണവശാലും എന്താ പറയുക, നമ്മൾ നേരെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഒരാൾ നിന്നിട്ടുണ്ടെങ്കിൽ കാണില്ല. ഇപ്പം ഞാൻ നിൽക്കുന്ന പൊസിഷനിൽ, അതായത് ഈ ടയറിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ കാണില്ല. ഇപ്പോൾ ഈ ഗ്ലാസ് ആയതിനു ശേഷം നമുക്ക് കാണാം കേട്ടോ. നമ്മളെ ബാക്കിലുള്ള വാഹനങ്ങളൊക്കെ കാണാൻ കുറച്ച് വലുതാക്കി. ഇത് കമ്പനി തന്നതല്ല. ഈ കമ്പനി തരുമ്പോൾ ഉള്ളത് ഞാൻ അവിടെ സ്ക്രീനിൽ മുകളിൽ ഞാൻ കാണിച്ചു തരാം. ആ ഗ്ലാസും കമ്പനി മാറ്റണം എന്നുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ ചില ആളുകൾ ഈ ഭാഗത്തെ ഗ്ലാസ് ആ ഭാഗത്തുള്ള ഈ ഭാഗത്തും വെക്കാറുണ്ട്. പക്ഷേ അത് വൻ അപകടമാണ്. കാരണം ഇത് കുറച്ച് ഇങ്ങോട്ട് തള്ളും. നമ്മളെതിരെ വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പോക്കറ്റ് റോഡുകളിലൊക്കെ പോകുമ്പോൾ വളയ്ക്കുമ്പോഴൊക്കെ ആ ഗ്ലാസ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവാൻ ഏറ്റവും സാധ്യത കൂടുതലാണ്. അപ്പോൾ കഴിയുന്നതും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നീട് നമ്മളെ വണ്ടീൻ്റെ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ ഇവർ കൊടുത്ത